നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പവർ വേണമെന്നുണ്ടെങ്കിൽ, കിടിലൻ കരിയർ വേണമെന്നുണ്ടെങ്കിൽ, 4 ആൾക്കാരെ മുമ്പിൽ ചെന്നിട്ട് നിവർന്ന് നിന്നിട്ട് അഭിമാനത്തോടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കാൻ തുടങ്ങിക്കോളി. ഇനി എന്ത് നിങ്ങൾ കളിച്ചു കഴിഞ്ഞാലും, നിങ്ങൾക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഒരു 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങൾ എപ്പോഴും ആയിരിക്കും, വേറെ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റ് ആക്കേണ്ടത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അത് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കഴിവുള്ളവർ അത് ചെയ്യുന്നുണ്ടാവും. അത് ഒരു കൊണ്ടുപോവുകയും ചെയ്യും. അവരെ നോക്കിയിട്ട് നിങ്ങൾ അസൂയപ്പെടുന്ന ഒരു ദിവസം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വർക്ക് ഫോർ യുവർ സെൽഫ്. നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുക. നിങ്ങളുടെ ലൈഫിൽ സമാധാനവും സന്തോഷവും പൈസയും ജീവിതവും ലക്ഷറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പണിയെടുക്കും. കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ പുതിയൊരു വർഷം കടന്നു വരുമ്പോൾ നമ്മൾ ആ വർഷത്തിന് വേണ്ടി ആ വർഷത്തിൽ എന്താകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, എന്തൊരു അച്ചീവ്മെൻറ്റാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിന്ന് പലരും നമുക്ക് ചുറ്റും പലരുമുണ്ട്, പല ആളുകളുമുണ്ട് നമ്മളെ സഹായിക്കാൻ, നമ്മളൊന്ന് വീണ് പോയാൽ താങ്ങാൻ, നമുക്കൊരു സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ, നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്കതൊന്നും സഹായിക്കാൻ. അങ്ങനെ ഒരു വ്യക്തികൾ നമുക്കുണ്ട്, പല വ്യക്തികളുമുണ്ട്. അങ്ങനെ ഇല്ലാത്ത ഒരവസ്ഥ നമുക്ക് കടന്നു വരാനുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരാൾ കടന്നു വരാനില്ലെങ്കിൽ, നമ്മളൊന്ന് വീഴുമ്പോൾ നമുക്ക് താങ്ങാൻ ആളില്ലെങ്കിൽ. ഈ അടുത്ത കാലത്ത് ഒരു കുട്ടി പറഞ്ഞതുപോലെ, ആ കുട്ടിയോട് തൻ്റെ ഹെഡ്മാസ്റ്റർ പറയുകയാണ്, 3 നേരം ഭക്ഷണവും കിടക്കാൻ നല്ല സൗകര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാ ജോലി. അപ്പോൾ അവിടുന്ന് അത് ആ ഒരു പ്രചോദനമായിക്കൊണ്ട് ആ കുട്ടി കഠിനമായി പ്രയത്നിച്ചുകൊണ്ട് നല്ല ജോലി നേടുകയും നല്ല വലിയ നിലയിലെത്തുകയുമാണ്. അപ്പോൾ അതേപോലെ നമുക്ക് ചിലത് തടസ്സമാണ് നമ്മൾ വലിയ നിലയിലെത്താൻ. ചിലപ്പോൾ ചിലത് നമ്മൾ വായിക്കുന്നില്ല, ചിലത് മനസ്സിലാക്കുന്നില്ല, ചിലത് പഠിക്കുന്നില്ല. പലപ്പോഴും വലിയ വലിയ ആളുകൾ നമ്മൾ കാണുന്നു. ഷാറുഖ് ഖാനെ പോലെ, സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലുള്ള വലിയ ആളുകൾ നമ്മൾ കാണാറുണ്ട്. അവർ വലിയ ഉയർന്ന നിലയിലെത്തിയത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇത്ര വലിയ ഉയർച്ചയിലാണല്ലോ, ഇത്ര വലിയ ഭയങ്കരമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പല കമൻറ്റുകൾ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അവർ അതിനു വേണ്ടി എടുത്ത പ്രയത്നം നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്നു. അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് മുള്ളും മുരടും കഷ്ടപ്പാടുകൾ നിറഞ്ഞ വഴിയിലൂടെ അവർ സഞ്ചരിച്ചിട്ടുണ്ട്, ഒരു പ്രയാസപ്പെട്ടിട്ടുണ്ട്. ആ പ്രയാസത്തിൻ്റെ ഫലമാണ് അവർ ഇന്ന് അനുഭവിക്കുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ അവർ അങ്ങനെ ആയതല്ല. ഏതൊരു ഉയർന്ന നിൽക്കുന്ന ആളെ നമ്മൾ നോക്കുകയാണെങ്കിലും അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്, വലിയ റിസ്ക്കുകൾ എടുത്തിട്ടുണ്ട്. നമുക്കിന്ന് പലപ്പോഴും ചെറിയ റിസ്ക് എടുക്കാൻ പോലും മടിയാണ്. ഒരു ചെറിയ ലോൺ എടുക്കാൻ, ചെറിയൊരു കുറിക്ക് കൂടാൻ പോലും നമ്മൾ മടിയും, നമ്മളൊരു വിഷമവും കാണിക്കാറുണ്ട്. അവിടെ നമ്മളൊരു പ്രയാസം കാണിക്കാറുണ്ട്. എന്താ ഒരു കുറിക്ക് കൂടാത്തത് ചോദിച്ചാൽ നമ്മൾ പറയും, അതിനു വേണ്ടി മാസം സമ്പാദിച്ച് മാറ്റി വെക്കണ്ടേ, ഒരു ചെറിയ റിസ്ക്കാണ്, അത് എടുക്കാൻ തയ്യാറില്ല. പക്ഷേ അങ്ങനെ ചെറിയ റിസ്ക്കുകൾ നമ്മൾ എടുത്തു നോക്കൂ. വലിയ റിസ്ക് എടുക്കാൻ ഒരു കപ്പാസിറ്റി നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് കടന്നു വരും. ചെറിയ പുസ്തകങ്ങൾ വായിച്ചു നോക്കൂ നിങ്ങൾ. ചെറിയ 10, 20, 30 പേജുള്ള പുസ്തകങ്ങൾ വായിച്ചു നോക്കൂ. ഒരുപാട് അങ്ങനെ വായിക്കുമ്പോൾ വലിയ പുസ്തകങ്ങൾ വായിക്കേണ്ട ടെൻഡൻസി നമുക്കുണ്ടാകും. വായനയോടുള്ള ഒരു ഇഷ്ടം നമുക്കുണ്ടാകും. വലിയ പുസ്തകങ്ങൾ വായിക്കുന്ന നമുക്ക് നിസ്സാരമായി തോന്നും. അതേപോലെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ട്, ചെറിയ പ്ലാനുകൾ സക്സസ് ആക്കി നോക്കൂ നിങ്ങൾ. ചെറിയ പ്ലാനുകൾ, ചെറിയൊരു മൊബൈൽ വാങ്ങണം, ചെറിയൊരു വീട് വെക്കണം, അങ്ങനെ ചെറിയ പ്ലാനുകൾ നിങ്ങൾ സക്സസ് ആക്കിയിട്ട് നിങ്ങൾ സ്വയം അഭിനന്ദിച്ച് നോക്കൂ. അപ്പോൾ വലിയ പ്ലാനുകൾ ചെയ്യാൻ നിങ്ങൾക്ക് സ്വയം സാധിക്കും. അത് ആ പ്ലാൻ സക്സസ് ആക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷേ നിങ്ങൾ അതിനുമായി പ്രയത്നിക്കണം. ചില ആളുകൾ പറയും, എനിക്കിന്ന് ആഗ്രഹമുണ്ട്, പലതും ആഗ്രഹമുണ്ട്. 1 വർഷം കഴിയുമ്പോൾ, 2 വർഷം കഴിയുമ്പോൾ, പുതിയ വർഷം കടന്നു വരുമ്പോൾ ഓരോ ആഗ്രഹം തന്നെ ഫേസ്ബുക്കിൽ കുറിക്കും. ഓരോ ആഗ്രഹം ഉണ്ടെങ്കിൽ പറയും, അല്ലെങ്കിൽ പലരോടും പറയും നമുക്ക്, പക്ഷേ നടക്കുന്നില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം ആഗ്രഹിച്ചത് ഇപ്പോൾ പുതിയ വർഷം ആദ്യം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അങ്ങനെയല്ല, മറിച്ച് ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി എന്ത് നമ്മൾ ചെയ്തു. നമ്മൾ ഒരു ഭാഷ പഠിക്കാനാണ് ആഗ്രഹിച്ചത്, അതിനുവേണ്ടി നമ്മൾ നിരന്തരം പ്രയത്നിച്ചു കൊണ്ടിരിക്കണം. അല്ല, ഒരു നല്ല ഫോൺ വാങ്ങാൻ നിരന്തരം പൈസ മാറ്റി വെച്ചുകൊണ്ടേയിരിക്കണം. ഓരോ മാസത്തിൽ ഇത്ര ഒരു തുക, ഒരു മാസത്തിൽ 2000, 3000 മാറ്റി വെക്കാൻ നമുക്ക് സാധിക്കണം. തീർച്ചയായും സാധിച്ചാൽ മാത്രമേ ഒരു വർഷം കൂടുമ്പോൾ, ഒരു 2 വർഷം കൂടുമ്പോൾ നമുക്കത് ആഗ്രഹം സാധിക്കൂ. അതിനുവേണ്ടി ചിലപ്പോൾ ചില അച്ചീവ്മെൻറ്റ്, ചില ആളുകൾക്ക് നല്ല പെർഫോമൻസ് നടത്താൻ, നല്ല വായനാശേഷി ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നല്ല പ്രസംഗിക്കാനൊക്കെ കഴിവുള്ള ആളുകൾ നല്ല പുസ്തകങ്ങൾ വായിക്കേണ്ടി വരും, നല്ല പ്രസംഗങ്ങൾ കേൾക്കേണ്ടി വരും, നല്ല സൈറ്റുകൾ പോയി ഇരുന്ന് കുത്തിയിരുന്ന് വായിക്കേണ്ടി വരും, പഠിക്കേണ്ടി വരും. ചിത്രമൊക്കെ വരയ്ക്കുന്ന ആളുകൾ ഒരുപാട് മെനക്കെട്ടിരുന്നല്ലോ ഒരു ചിത്രം വരയ്ക്കുന്നത്. അപ്പോൾ കൃത്യമായി ആ ചിത്രം വരയ്ക്കാൻ, ആ ചിത്രം ഒരാളെ വ്യക്തികളെ കാണിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നല്ല ചിത്രങ്ങൾ വരയ്ക്കും. നല്ല ഭാവനാശേഷി വർദ്ധിപ്പിക്കണമെങ്കിൽ നല്ല ചിത്രങ്ങൾ വായിക്കണം, നോവലുകൾ എഴുതണം, കഥകൾ വായിക്കണം, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അതൊക്കെ ചെയ്ത് നമുക്ക് വേണ്ടി എന്താണ് ഇൻവെസ്റ്റ് ചെയ്ത്, പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, സമ്പത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അല്ല നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, നമ്മൾ നല്ല കാര്യം പഠിക്കാൻ എത്ര സമയം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നല്ല ശരീരത്തിൻ്റെ വ്യായാമം ചെയ്യാൻ നമ്മൾ എന്ത് മാറ്റി വെച്ചു. ഓരോ വർഷം കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി എങ്ങനെയാണ്, നമ്മൾ ആരോഗ്യം എങ്ങനെയാണ്, മെച്ചപ്പെട്ടോ അല്ല വേക്കോട്ടാണോ പോകുന്നത്. പൊറോട്ടയും ഇല്ല ഫാസ്റ്റ് ഫുഡുകളൊക്കെ കഴിച്ച് നമ്മുടെ ശരീരത്തെ നമ്മൾ നശിപ്പിക്കുകയാണോ ചെയ്യുന്നത്. അല്ല, നല്ല വ്യായാമമൊക്കെ ചെയ്ത് നല്ല ബദാം, അണ്ടിപ്പരിപ്പ്, മുന്തിരിയും പിസ്തയും അതുപോലെ നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് നമ്മൾ ആരോഗ്യത്തെയും നമ്മുടെ ചിന്തകളെയും നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ നമ്മളതിന് വേണ്ടി പ്രയത്നിക്കുകയാണോ ചെയ്യുന്നത്. നല്ല ഫ്രൂട്ട്സുകൾ, കിവി പോലെ, ആപ്പിൾ പോലെ, ഓറഞ്ച് പോലുള്ള നല്ല ഫ്രൂട്ട്സുകൾ വാങ്ങി തണുപ്പ് സമയത്ത് പോലും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഫ്രൂട്ട്സുകൾ നമ്മൾ കഴിക്കുന്നുണ്ടോ, നല്ല ആഹാരം കഴിക്കുന്നുണ്ടോ, നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടോ, നല്ലത് കേൾക്കുകയും
പറയുകയും നല്ലത് പറയുകയും നല്ലത് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് പോസിറ്റീവ് തിങ്സുകൾ മനസ്സിൻ്റെ ഉണ്ടാകുന്നത് എന്ന പഠനം അത്ഭുതകരമായ പഠനമാണ്. അപ്പോൾ എന്തുകൊണ്ടിങ്ങനെ ചില ആളുകൾ വിഷമിച്ച് തന്നെ ഇരിക്കുന്നു, ചില ആളുകൾ നല്ല പോസിറ്റീവിലാണ്, ചില ആൾ നെഗറ്റീവിൽ തന്നെ ഇരിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതിനെക്കുറിച്ച് അഗാധമായി പഠിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്ന കാര്യമുണ്ട്. നിങ്ങൾ നിരന്തരമായി കാണുകയും നിരന്തരമായി കേൾക്കുകയും നിരന്തരമായി ചിന്തിക്കുകയും നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുന്നത് പോലും നിങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ മരണവാർത്ത മാത്രം കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ, കള്ളന്മാരെക്കുറിച്ച് മാത്രം കേൾക്കുകയും പഠിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ, പേടിപ്പെടുന്ന രീതികൾ, പ്രേതത്തിൻ്റെ മൂവികൾ, അതുപോലുള്ള ഒരുപാട് മൂവികൾ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലത് കാണുമ്പോൾ കേൾക്കുമ്പോൾ വീണ്ടും അത് കാണുമ്പോൾ പേടിയുള്ള ടെൻഡൻസി നമുക്ക് കൂടും. നമുക്ക് തനിയെ പേടി അനുഭവപ്പെടും. അങ്ങനെയുള്ളതല്ല കാണേണ്ടത്. മറിച്ച് നല്ല ധൈര്യമുള്ള നല്ല നോവലുകൾ വായിക്കുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല വീഡിയോകൾ കാണുക, നല്ല വാർത്തകൾ വായിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവൊക്കെ പോയി പോസിറ്റീവ് ആകും. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 മാസം കൊണ്ടോ അങ്ങനെയല്ല സംഭവിക്കുന്നത്. മറിച്ച് നിരന്തരമായി നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ സൂൻ്റെ ഇത് കെട്ടാൻ പഠിച്ചത്? എങ്ങനെയാണ് നമ്മൾ കുപ്പായം നമ്മൾ ശരിക്കൊന്ന് ഇടാൻ വേണ്ടി പഠിച്ചത്? എങ്ങനെയാണ് നല്ലൊരു വസ്ത്രം ശരിക്കും ധരിക്കാൻ നമ്മൾ പഠിച്ചത്? എങ്ങനെയാണ് നമ്മൾ അയൺ ചെയ്യാൻ ഒരു ഇസ്തിരി ഇടാൻ നമ്മൾ പഠിച്ചത്? ആദ്യം ഇസ്തിരി ഇടുമ്പോൾ എങ്ങനെ നമ്മൾ ഇസ്തിരി ഇട്ട് അതുപോലെ കൃത്യമായി നമ്മൾ എങ്ങനെ ചെയ്യുന്നു ചെയ്താണ് നമ്മൾ കൃത്യമായി പഠിച്ചത്. എങ്ങനെയാണ് നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചത്? എത്ര കഷ്ടപ്പെട്ടാണ് ഗിയർ മാറ്റുമ്പോൾ ക്ലച്ച് ഓട്ടുമ്പോൾ ഗിയർ മാറ്റണം, ആ ബ്രേക്ക് ഓടുമ്പോൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കണം. നമ്മൾ കൃത്യമായി നമ്മൾ എങ്ങനെ അങ്ങനെ ചെയ്യുന്നത്? എങ്ങനെ ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ നമുക്കറിയാം ഗിയറും ക്ലച്ചും അത് കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. അതെങ്ങനെ നമ്മളങ്ങനെ സാധിച്ചു? ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. പക്ഷേ അത് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത് നമ്മളെ മെമ്മറിൽ അത് പേടായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നമുക്കത് നിസ്സാരമായി ചെയ്യാൻ കഴിയും. അതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ നിസ്സാരമായി അങ്ങനെ ചെയ്യാൻ കഴിയണമെങ്കിൽ, പേടി പോകണമെങ്കിൽ, നല്ലൊരു അച്ചീവ്മെൻറ്റ് നടത്തണമെങ്കിൽ നിരന്തരമായി നല്ല കാര്യങ്ങൾ ചെയ്യുകയും വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം. ദിവസം ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് വ്യായാമം ചെയ്യാൻ നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറാകണം. ഈ ഒരു പുതിയ വർഷത്തിലെങ്കിലും നമ്മൾ ഓരോ ആളുകൾ അങ്ങനെ തയ്യാറാകണം. പുതിയ ഒരു വ്യായാമം ചെയ്യാൻ നല്ലൊരു എങ്ങനെയുള്ള വ്യായാമമാട്ടെ, മാനസികമായാലും ശരി ശാരീരികമായാലും ശരി, പുറത്തൊക്കെ പോയി ഒരു 10 മിനിറ്റ് നടക്കാൻ തയ്യാറാണ്. ആഴ്ചക്ക് ഒരു 3 ദിവസമെങ്കിലും പുറത്തൊരു 10 മിനിറ്റ് രാവിലെ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ നമ്മൾ തയ്യാറാക്കണം. അങ്ങനെയുള്ള വ്യായാമം ചെയ്യണം. മൊബൈൽ പരമാവധി നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മൾ ഒഴിവാക്കണം. ഫാമിലിയോടൊപ്പം കുടുംബത്തോടൊപ്പം നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും അവരുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാനും അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനും അവരുടെ ചെറിയ കാര്യങ്ങൾ വലിയ ഇത് നമ്മൾ നൽകി അത് നമുക്ക് ആസ്വദിക്കാനൊക്കെ നമുക്ക് സാധിക്കണം. പലരും പറയാറുണ്ട്, ഞാൻ ജീവിതത്തിൽ ആസ്വാദനമില്ല, ഒരു സന്തോഷമില്ല, എപ്പോഴും ദുഃഖമാണ്, പ്രയാസമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എങ്ങനെ അങ്ങനെ സംഭവിക്കുന്നു? അവരുടെ ചെറിയ കാര്യങ്ങൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയണം. വലിയ കാര്യങ്ങളുടെ തലയിൽ വെച്ച് എന്നാൽ മാത്രം സന്തോഷിക്കുന്നു നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. നിരന്തരമായി നല്ല കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ മാത്രമാണ് നല്ല പോസിറ്റീവ് ചിന്തകളും നല്ല കഴിവും നല്ല ശക്തിയും നല്ല ഓർമ്മശക്തിയും ഒക്കെ ഉണ്ടാകുന്നത്. ഒരു നിമിഷം കൊണ്ട് ഉണ്ടാകുന്നതല്ല, ഒരു നിമിഷം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഉണ്ടാകുന്നതല്ല, മറിച്ച് നിരന്തരമായ പ്രയത്നം. അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ എന്തിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ധാരാളമായി സമയം ചെലവഴിക്കാനും ധാരാളം സമ്പത്തൊക്കെ സ്വരൂപിച്ച് വെക്കാനും അങ്ങനെ നമ്മൾ ആ അച്ചീവ്മെൻറ്റിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കാനും ആ അച്ചീവ്മെൻറ്റ് ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ എന്താണോ നേടിയെടുക്കേണ്ടത് അത് നേടിയെടുക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമാറാകട്ടെ.